and welcome back. So, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹെയർ വാഷിംഗ് റൂട്ടീൻ. ബൈ ദ ബൈ, ഈയിടെ ഇച്ചിരി ചൂട് കൂടിയിട്ടില്ലേടെ. എങ്ങനെ ഈ തണുപ്പിന്ന് പെട്ടെന്ന് ഈ ചൂട് വന്ന്, അതും ഈ ഫെബ്രുവരി. And if you are new to this channel, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അബൌട്ട് മൈ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ. എല്ലാം ഞാൻ ഇൻ ഡീറ്റെയിലിൽ പാർട്സ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി 4 എപ്പിസോഡ്സ് നമ്മുടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് അതിലൊന്ന് 10 steps ഓഫ് ഹെയർ ഓയിലിംഗ് റൂട്ടീൻ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. യു ക്യാൻ ക്ലിക്ക് ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഹെയർ വാഷ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാൻ പോണ എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചും ഇൻ ഡീറ്റെയിലിൽ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനകത്ത് പറയണത്, ഈ പ്രൊഡക്ട്സ് ഒക്കെ ആർക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ആൻഡ് എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ആവണം എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുക്കും. അതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് ഈ ഒരു ബേബി ഷാംപൂ. ആൻഡ് ഈ ഒരു ഷാംപൂ ഞാൻ ആസ് എ ഡബിൾ ക്ലെൻസർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഈ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. ഒറ്റ പ്രൊഡക്റ്റ് നമ്മളിവിടെ വേസ്റ്റ് ചെയ്യുന്നതല്ല, ആസ് യു ഗൈസ് കൻ സീ. എന്നിട്ട് ഈ ഒരു ബ്ലെൻഡർ / ഫ്രോത്തർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നന്നായിട്ട് ഷാംപൂനെ വെള്ളത്തിലോട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കും. യെസ്, കുറച്ച് റോളടി പരിപാടിയാണ്, ബട്ട് ദിസ് മേക്സ് മൈ വർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഈസി. സോ യെസ്, ഇറ്റ്സ് വെരി മച്ച് ഗുഡ് ഫോർ മടിച്ചി ലൈക്ക് മീ. ഓൾസോ കുളിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോൾ കുളിക്കാന്നുള്ള ഒരു സംഭവം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇനി ഞാൻ ഗസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, എങ്ങനത്തെ വെള്ളമാണ് വരാൻ പോണത്. ഐ മീൻ, ചൂടാണോ തണുപ്പാണോ അതോ ഒടുക്കത്തെ തണുപ്പ് വെച്ചിട്ട് പണ്ടാറടങ്ങാൻ പറ്റിയതാണോ. സോ നല്ലതായിട്ട് ലൂക്ക് വോം ആയിട്ടുള്ള വാട്ടർ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും ഹെയർ ഓയിൽ ചെയ്തപ്പോൾ ഞാൻ കുളിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നീരിറങ്ങും. ഇങ്ങനെയാണ് ഗൈസ് ഞാൻ എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കണം. ഞാൻ എനിക്ക് വേറെ ഒരു അവസ്ഥ തന്നെ കൊടുക്കൂല അതിൽ നിന്ന് മാറാനായിട്ട്. സോ യെസ്, അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബ്രെയ്ഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മുടിയെ നനയ്ക്കും. 2 minutes. യെസ്, 2 minutes എടുത്തും കൊണ്ട് നല്ലോണം സ്കാൽപ്പ്, റൂട്ട്, ലെങ്ത്, ടിപ്സ് ഫുൾ നനഞ്ഞ് അങ്ങോട്ട് കുതിർത്തും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ബിക്കോസ് മുടി നല്ലോണം നനഞ്ഞാൽ മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ സ്മൂത്ത്ലി നടക്കുള്ളൂ. പോരാണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ആവുള്ളൂ. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, കുറച്ച് ഷാമ്പൂ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടില്ല, അത് കയ്യിലേക്ക് എടുത്തിട്ട് ഫ്രണ്ട് സെക്ഷൻ ആദ്യം കവർ ചെയ്യും. ആദ്യം റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. എന്നിട്ട് ഫ്രണ്ട് സെൻട്രൽ പാർട്ടിൽ അവിടെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. എന്നിട്ട് ലെഫ്റ്റ് അപ്ലൈ ചെയ്യും. എന്നിട്ട് പുറകയിലേക്ക് പോകും. പുറകയിൽ സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. റൈറ്റിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. ആൻഡ് ദെൻ ലെഫ്റ്റിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യും. എന്നിട്ട് ക്രൗൺ ഏരിയയിൽ ലാസ്റ്റിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മസാജ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം പോലും എൻ്റെ സ്കാൽപ്പിൽ വിട്ടു പോവില്ല. പക്ഷേ ഷാമ്പു ഫുൾ കവർ ആവണതാണ്. അതുകൊണ്ട് ഓരോരോ ഏരിയയെ ഞാൻ പിടിച്ച് അങ്ങോട്ട് ക്ലീൻ ആവും. സോ റാൻഡംലി അങ്ങോട്ട് ഒഴിക്കാണ്ട് ഓരോരോ പാർട്ട് ഫോക്കസ് ചെയ്തും കൊണ്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷാമ്പു നല്ലോണം കവർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തും കൊണ്ട് ഞാൻ മസാജ് ചെയ്യുക. ഇന്ന് തന്നെ ഞാൻ എൻ്റെ നെയിൽസ് കട്ട് ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് നെയിൽസ് ടച്ച് ആവണ പരിപാടി അല്ലെങ്കിലും ഇല്ല. അപ്പോൾ ഇവിടെ ഫിംഗർ ടിപ്സ് വെച്ചാൽ നോർമലി ഞാനിപ്പോൾ ക്ലീൻ ആക്കണത്. എന്നിട്ട് ജസ്റ്റ് ബാക്കി വന്ന് ഇച്ചിരി മാത്രം ഞാൻ ലെങ്ത്തിലേക്ക് കൊണ്ടുപോകും. ബിക്കോസ് ഇത് ബേബി ഷാമ്പൂ ആയതുകൊണ്ട് ലെങ്ത്തിലേക്ക് ലാസ്റ്റിൽ കൊണ്ടുപോകണതിന് അത്ര സീൻ വരില്ല, ഹെയർ ലെങ്ത് ഡ്രൈ ആകില്ല. എന്നിട്ട് ഞാൻ നല്ലോണം വെള്ളം യൂസ് ചെയ്തും കൊണ്ട് ഷാമ്പു ഫുൾ വാഷ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നടു നിവർത്താനുള്ളൊരു ബ്രേക്കും കൂടെ കൊടുക്കും. ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണേക്കാട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ് ഷാമ്പൂനെ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ഒട്ടുമേ ബാക്കി വരാൻ പാടില്ല. ഇനി ഞാൻ നെക്സ്റ്റ് ഷാമ്പൂലോട്ട് കിടക്കും, വിച്ച് ഈസ് ദ മെയിൻ ഷാമ്പൂ. നമ്മൾ ഡബിൾ ക്ലെൻസിങ് ആണല്ലോ ഞാൻ ഇവിടെ ചെയ്യണത്. സോ യെസ്, അപ്പോൾ അത് നമ്മൾ എന്താ ബേബി ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്തു. ഇനി മെയിൻ ഷാമ്പൂ, അതിനകത്ത് ഞാൻ വേറെ ഷാമ്പൂ ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോയിൽ. ഇന്ന് എനിക്ക് 4 ദിവസം കഴിഞ്ഞ് കുളിക്കണതുകൊണ്ട് ഡാൻഡ്രഫിൻ്റെ പതുക്കെ ഒരു സംഭവം വരുന്നുണ്ടായിരുന്നു. സോ ഐ ആം യൂസിങ് ദസ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. സാധാരണ എനിക്കൊരു 2 പമ്പ് ആവശ്യമുള്ളൂ, പക്ഷെ ഇന്ന് ഞാൻ 3 പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കടിച്ച് ചൊറിഞ്ഞ് ഒടുക്കത്തെ ഡാൻഡ്രഫ് കൂടുന്നുള്ള ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. കാരണം 4-5 ദിവസമായി തല കഴുകിയിട്ട്, അതുകൊണ്ടാണ്. ആൻഡ് ഞാൻ സെയിം മെത്തഡാണ് ഇവിടെ യൂസ് ചെയ്യണത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുടിയെ നനച്ചു. കാരണം നിങ്ങൾ പ്രൊഡക്റ്റൊക്കെ കാണിക്കേണ്ട ഇടയ്ക്ക് മുടിയുമെന്നുള്ള വെള്ളം കുറേയൊക്കെ പോയി. മുടി നന്നായിട്ട് നനഞ്ഞിരിക്കണം എപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴും. ആൻഡ് ഞാൻ സെയിം അതേ സ്റ്റെപ്പാണ് ഫോളോ ചെയ്ത് കേട്ടോ. ഫ്രണ്ടിൽ റൈറ്റ്, സെൻറ്റർ ലെഫ്റ്റ്, ബാക്കിൽ സെൻറ്റർ റൈറ്റ് ലെഫ്റ്റ്, എന്നിട്ട് ക്രൗൺ ഏരിയ, അങ്ങനെയായിട്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇനി മസാജ് ചെയ്യും. സാധാരണ ഇതുമ്പോൾ അങ്ങനെ എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ആ സിലിക്കോൺ സ്ക്രബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, അത് യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു സമയത്താണ് ഒന്നും കൂടെ അത് ബെറ്റർ. ബട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ഷാമ്പൂനെ ഞാൻ ലെങ്ത്തിലോട്ട് കൊണ്ടുപോകൂല. ബിക്കോസ് ഇതൊരു എന്താ പറയുക മെയിൻ ഷാമ്പൂ ആൻഡ് കുറച്ച് കോൺസെൻട്രേറ്റഡ് ഫോമാണ്. ബേബി ഷാമ്പൂ പോലെ വളരെ മൈൽഡ് ആയിട്ടുള്ളതല്ല. ദോ ഈ ഷാമ്പൂ നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കും.
ആക്കൂല, അതൊരു നല്ല പ്ലസ് പോയിന്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യും ഷാംപൂ ഈസ് ഓൺലി ഫോർ സ്കാൽപ്പ്. ആൻഡ് ഇത് കണ്ട ഞാൻ വെള്ളം ഇങ്ങനെ റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ നിന്നും കൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. സെപ്പറേറ്റ്ലി ഞാൻ എന്താ പറയുക ഷാംപൂവിനെ ലെങ്ത്തിലേക്ക് ഇൻറ്റൻഷനലി കൊണ്ടുപോയിട്ടല്ല, ഞാൻ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ അതിനെ വാഷ് ചെയ്ത് കളയാണ്. അപ്പം ഞാൻ മറന്നുപോയത് കൊണ്ട് ഇപ്പം ഈ ഒരു നിമിഷത്താണ് ഞാൻ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യണേ. ബട്ട് ടു ബി ഓണസ്റ്റ് ഇത് ഷാംപൂ തലയിൽ ഇരിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് സ്ലിപ്പറി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നടുനിവർത്തൽ ബ്രേക്ക് ഞാൻ എടുത്തോണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പും ഷാംപൂവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡബിൾ ക്ലെൻസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് വെള്ളത്തിനെ സ്ക്വീസ് ചെയ്ത് എക്സ്ട്രീം ലെവലിൽ വെള്ളത്തിനെ സ്ക്വീസ് ചെയ്ത് ഞാൻ കളയും. ഇനി നെക്സ്റ്റ് വരാൻ പോണതാണ് വളരെ ബോർഡിങ് പാർട്ട് ഓഫ് ദിസ് ഹെയർ വാഷ്, വിച്ച് ഈസ് ഹെയർ മാസ്ക് അല്ലെങ്കിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യാന്നുള്ളത്. കാര്യം ഇത് അപ്ലൈ ചെയ്ത് നിൽക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ആർഗൺ ഓയിൽ ഹെയർ മാസ്ക് ആണ്. സോ ഇന്ന് ഞാൻ ഇത് കൂടുതൽ നേരം വെക്കണില്ല. അത് ആക്ച്വലി ഞാൻ എന്താ പറയുക, ഒരു സ്പെസിഫിക് ഡേ ഉണ്ട് അപ്പം മാത്രമേ അത് കൂടുതൽ നേരം വെക്കാറുള്ളൂ. ഇപ്പോൾ നോർമലായിട്ട് ഞാൻ വാഷ് ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ആസ് എ കണ്ടീഷണർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ. ലുക്ക് അറ്റ് ദ ടെക്സ്ചർ, ദിസ് ഇസ് സോ ഗുഡ്. ആൻഡ് ഇതിനെ ഞാൻ ജസ്റ്റ് നോർമലി ആദ്യം ലെങ്ത് ടു ടിപ്പ് എന്ന് വെച്ചാൽ മിഡ് ലെങ്ത് ടു ടിപ്പ് അപ്ലൈ ചെയ്തിട്ട് ചിക്കോ എന്നും പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ പിച്ചി കൊടുക്കും, സ്ക്വീസ് ചെയ്ത് കൊടുക്കും. മനസ്സിലായ? 1 മിനിറ്റ് വരെ ചിക്കോ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 2 to 3 minutes വരെ ഇതുപോലെ അന്യൻ നാഗവല്ലി സോംബീസ് ആയിട്ട് വെയിറ്റ് ചെയ്യണതാണ്. പക്ഷെ എനിക്ക് അത്ര പോലും വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട്. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ലെഗിൽ കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു, അപ്പം അത് റിമൂവ് ചെയ്തേക്കാം. കണ്ടീഷണർ വേണമെങ്കിൽ 5 minutes വരെ വെക്കട്ടെ, നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമാനഹി, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അതിനെ വാഷ് ചെയ്ത് ഗെസ് വാട്ട്, അത്ഭുതം ഹാപ്പൺ. ഇത്രയും നേരം ല്യൂക്ക് വാം വാട്ടർ വന്നുകൊണ്ടിരിക്കണേ. ആൻഡ് ആക്ച്വലി എനിക്ക് ലാസ്റ്റ് വാഷ് എന്ന് പറഞ്ഞാൽ കൂൾ വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വേണം. ഞാൻ ഐസൊക്കെ എന്തായാലും കരുതി വെക്കാറുണ്ട്. ബട്ട് ഇന്ന് നാച്ചുറലി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോവറിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് ഞാൻ കണ്ടത് പല്ലി ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ കുറച്ചും കൂടെ സ്പീഡ് ഇവിടെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലെ മുടിയെ മടക്കി കൊണ്ട് ആരെങ്കിലും തുണി പിഴിയണ പോലെ പിഴിയാറുണ്ടോ? ഞാൻ ഒന്നും പറയണില്ല, ബിക്കോസ് ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യരുത്. നോർമലി ഇതുപോലെ പിഴിഞ്ഞു വേണം കളയാനായിട്ട്. യെസ്, മുടിയെ ഭയങ്കരമായിട്ട് ലാളിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ അതിനെ തുണിയെ പോലെ ഇട്ട് കഴുകണം. നോ, ഞാൻ ഈ ഒരു ഹെയർ ടാലാണ് യൂസ് ചെയ്യണത്. ബട്ട് ട്രസ്റ്റ് മീ വെൻ ഐ സേ, എൻ്റെ അടുത്ത് ഇതില്ലായിരുന്നെങ്കിൽ എന്തായാലും ഒരു ഓൾഡ് കോട്ടൺ ടീഷർട്ട് തന്നെ യൂസ് ചെയ്യും, ബിക്കോസ് ദാറ്റ്സ് ദ ബെസ്റ്റ്. ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത് വെൻ ഐ വാസ് എ ടീനേജർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഞാൻ തന്നെ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ റോൾ അടിക്കാനായിട്ട് ഐ ഹാവ് ദിസ് 150 rupees-ൻ്റെ 150 ഒന്നുമില്ല, അതിനും കുറച്ച് വിലയുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദിസ്. ഇത് നല്ലതാണ്. ഞാൻ ഞാൻ തോർത്തണ ഭയങ്കര അങ്ങോട്ട് ജെന്റലി അല്ല, എന്നാൽ ഭയങ്കര ഹാർഷും അല്ല, മിഡിലായിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, യെസ്, മുടിയെ ഞാൻ വഷളാക്കൂല, അതിനെ യൂസ് ടു ആക്കുകയാണ്. ദാറ്റ് കൂടുതൽ ഇങ്ങനെ മുയി ജെന്റിൽ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ മനസ്സിലായ? കുറച്ച് സ്ട്രോങ് ആവണം നമ്മുടെ ഹെയർ അതിന് വേണ്ടിയിട്ട്. സോ യെസ്, അപ്പം ഞാൻ പതുക്കെ എന്താ പറയുക, ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പതുക്കെ ആവണുണ്ട്. എന്ന് വെച്ചാൽ വലിക്കണില്ല, അതാണ് പതുക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നല്ലോണം വെള്ളത്തിനിങ്ങനെ ഒബ്സർവ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്നെ കെട്ടും. ഇത് കുറച്ച് ചെറുതാണ് എൻ്റെ ഹെയർ ലെങ്ത്തിനനുസരിച്ച്. അപ്പം മടക്കിയാണ് ഞാൻ മുടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് പുറത്ത് കൊണ്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യണത്. ആൻഡ് യെസ്, ഫൈനലി ഇനി എനിക്ക് കുറേ നേരത്തേക്ക് പെർമനൻ്റ്ലി നെക്സ്റ്റ് വാഷ് വരെ നടന്നു വരുത്താൻ പറ്റും. ആൻഡ് ഇത് കഴിഞ്ഞാൽ എൻ്റെ ബോഡി വാഷിലോട്ട് കിടക്കും. സോ യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കാണിച്ചിട്ട് എല്ലാ പ്രൊഡക്ട്സ് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ടാഗൊക്കെ ചെയ്തേക്കാം, അതും കണ്ടു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാൻ ചെയ്തേക്കണം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പ്രോപ്പർലി ഓൾ. ബൈ.